2023 കർണാടക തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടി വിജയിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് അതിനു മുമ്പ് അവിടെ ഭരണത്തിലിരുന്ന BJP സർക്കാരിൻ്റെ ചില മന്ത്രിമാരുടെ അഴിമതിയായിരുന്നു വലിയൊരു വിഷയം. അഴിമതി നടത്തി കോടികളുണ്ടാക്കിയ പല മന്ത്രിമാർക്കെതിരെ വലിയ ആരോപണവും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന നിലയ്ക്കാണ് ആളുകൾ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ അവർ പ്രഖ്യാപിച്ച വലിയ സൗജന്യ ബസ് യാത്ര, കറണ്ട് ചാർജ് എന്ന വലിയ സൗജന്യങ്ങളും മുസ്ലിങ്ങൾക്ക് സംവരണം അടക്കമുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളെന്ന് കോൺഗ്രസ് പാർട്ടി നടത്തിയത്. അതിൻ്റെയും കൂടി ഫലമായിട്ടാണ് അവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വന്നത്. പക്ഷെ അന്ന് ഈ അധികാരത്തിൽ വരുന്ന സമയത്ത് 2023 ഒരു തർക്കം ഉണ്ടായി. കാര്യം DK ശിവകുമാർ മുഖ്യമന്ത്രിയാവണമോ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവണം തർക്കമാണ്. രണ്ടുപേരും ഒരേ സമയം അവകാശവാദം ഉന്നയിച്ചു. രണ്ടുപേരും മോശക്കാരല്ല. സിദ്ധരാമയ്യ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, കർണാടകയിലെ സീനിയർ കോൺഗ്രസ് നേതാവാണ്. DK ശിവകുമാർ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തിയ ഒരു സൂത്രധാരനും അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് DK ശിവകുമാർ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.